അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗർഭിണികളായ ആളുകൾക്ക് യാ മുബ്ദിഉ യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിയാൽ ലഭിക്കുന്ന അമൂല്യമായ നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഗർഭിണികളൊക്കെ കേൾക്കണം. വീട്ടിൽ ആരെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോ മറ്റോ അവരിലേക്ക് അറിവെത്തിക്കുക കൂടി ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് യാ മുബ്ദിഉ യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, അതിൻ്റെ അർത്ഥം ആദ്യമായി സൃഷ്ടിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അർത്ഥമുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ 17 തവണ ചൊല്ലണം. എത്ര തവണ? 17 തവണ. എങ്ങനെയാണ്? ഇതിനൊരു രൂപമുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ വലതു കൈയിലെ ചൂണ്ടുവിരൽ നിങ്ങളുടെ വയറിന്മേൽ വെച്ചിട്ടാണ് 17 തവണ യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ്. ഒരു 17 സെക്കൻഡ് മതി ചൊല്ലാൻ. ഇത് ചൊല്ലുക. ഇത് എപ്പോഴാണ് ചൊല്ലി തുടങ്ങേണ്ടത്? ഗർഭിണികൾ ചൊല്ലി തുടങ്ങേണ്ടത് ഗർഭമുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ. എപ്പോഴാണ്? ഓരോ ദിവസവും ചെല്ലണം. ഇത് ഓരോ ദിവസം ഏത് സമയത്താണ്? രാത്രിയോ പകലോ ഒക്കെ ചെല്ലാം. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ചെല്ലാം. എന്താ ഇതുകൊണ്ടുള്ള നേട്ടം? ഗർഭിണികൾക്ക് വലിയ നേട്ടമാണ്. നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ഗർഭമാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് കിട്ടാൻ പോകുന്ന ഒരു കുട്ടിയാണ്. അത് അലസിപ്പോയാൽ, ആ ഗർഭം ഇല്ലാതെയായി പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഗർഭം അലസിപ്പോകാതിരിക്കാൻ, അതേപോലെ നമുക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യമുള്ള കുട്ടികളുണ്ടായാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങ് വൈകല്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവാൻ യാ മുബ്ദിഉ യാ അല്ലാഹ് 17 തവണ ഇൻഷാ അല്ലാഹ്. ഭർത്താവ് അടുത്തില്ലാത്തവരാണെങ്കിൽ, അടുത്തില്ലെങ്കിലും ഭർത്താവ് ഇല്ലാതെ തന്നെ ഇത് ചെയ്യാം. ഏറ്റവും നല്ലത് അതാണ് എന്ന് മാത്രം. ഭർത്താവ് ഉണ്ടായി ചെയ്യാനാണ്. അസ്സലാമു അലൈക്കും.